ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത്ര മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളറാക്കാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കാരമലുണ്ടല്ലോ, ചൂടോട് കൂടി തന്നെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ്. ഒന്ന് ചുറ്റിച്ചെടുത്താൽ എല്ലാ വശത്തും ഒരേപോലെ വരും കേട്ടോ. ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അഥവാ അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് കാരമൽ അങ്ങോട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ മോൾഡ് ഗ്ലാസിൻ്റെ മോൾഡല്ല, ഇങ്ങനെയുള്ള മോൾഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഗ്യാസിൽ ഒന്ന് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒന്നൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചെടുത്താൽ നമുക്ക് അതൊന്ന് മെൽറ്റായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ ഇത്തിരി കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാനാണ്. താല്പര്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് മുന്തിരി ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മുന്തിരിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. ചൂടുള്ള പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. ബ്രെഡ് നമുക്ക് നമ്മുടെ എഗ് മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ 2 കളറിൽ കിസ്മിസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 കളറിലുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ അത്ര നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ചൊരളവില്ല കേട്ടോ, നിങ്ങളുടെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മോൾഡിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു രീതിയിലൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം. ഇപ്പോൾ ഇതിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളെ മിക്സ് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് സെൻറ്ററിലായിട്ട് തന്നെ മിക്സ് ഒന്ന് ഇറക്കി വെക്കുക. ഇനി നമ്മൾ അടച്ചു വെച്ചു. അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇതിവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പം കറക്റ്റ് സ്റ്റീമായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നന്നായിട്ട് ചൂടാറി വരട്ടെ. ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അരികുന്നൊക്കെ ഈ ഒരു രീതിയിലൊന്ന് വിടുവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അരികുന്നൊക്കെ ഒന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അത് മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. റിപ്ലൈ തരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ബ്രെഡ് മുട്ടയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് ഇത്. നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടും ചെയ്യാം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും പിന്നെ കുട്ടികൾക്കൊക്കെ പുഡിങ്ങൊക്കെ കഴിക്കണം തോന്നിയാലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. ഒരുപാട് ടൈം എടുക്കുന്ന റെസിപ്പിയല്ല. സ്റ്റീം ചെയ്തെടുക്കുന്നതാകുമ്പോൾ ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബ്രെഡിൻ്റെ ഒക്കെ പുഡിങ് പല വെറൈറ്റിയിൽ നമ്മളും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാതെയും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇരുവശവും കാണിക്കാം. നല്ല അടിപൊളി പുഡിങ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മുകൾ വശം കാണിച്ചല്ലോ നേരത്തെ, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.